ഓക്കെ, ശ്രദ്ധിക്കാം. സോ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോണ കാര്യം, നമ്മൾ ക്ലാസ്സിൽ കുറച്ച് ടോപ്പിക്സ് എടുത്ത് തീർക്കുന്നുണ്ടായിരുന്നു. സോ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്ന കാര്യം പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, സൾഫ്യൂരിക് ആസിഡിന് ഹൈ വിസ്കോസിറ്റി ആണ്. സൾഫ്യൂരിക് ആസിഡിന് ഹൈ വിസ്കോസിറ്റി ആണ്. എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കൂടുതലാണ്. മീൻസ് നമ്മളിപ്പോൾ എന്താ എക്സാമ്പിൾ പറയാം, സപ്പോസ് നിങ്ങളൊരു എണ്ണ എടുക്കുക, കുറച്ച് വെള്ളം എടുക്കുക, രണ്ടും ഒരു ഗ്ലാസ് ട്യൂബിൽ കൂടി ഇങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആദ്യം വരായിരിക്കും പോണേ വെള്ളമായിരിക്കും പെട്ടെന്ന് കയറുന്നത്. എണ്ണ ഇങ്ങനെ പതുക്കെ ഒഴുകില്ല, കാരണം എണ്ണയ്ക്ക് കട്ടി കൂടുതലാണ്, വിസ്കോസിറ്റി കൂടുതലാണ്. വിസ്കോസിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചതാണ്. സോ വിസ്കോസിറ്റി കൂടുതലാണ്. സോ അപ്പോൾ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന് എന്ത് കൂടുതലാണ്? വിസ്കോസിറ്റി കൂടുതലാണ്. സൾഫ്യൂരിക് ആസിഡിന് വിസ്കോസിറ്റി എന്താണ്? കൂടുതലാണ്. സൾഫ്യൂരിക് ആസിഡിന് വിസ്കോസിറ്റി കൂടുതലാണ്. സോ അതേപോലെ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ പെട്ടെന്ന് സൊല്യൂബിൾ ആവുന്ന ആളാണ് ആര്? സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഈസ് ഡെൻസർ ദാൻ വാട്ടർ. വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് സൾഫ്യൂരിക് ആസിഡ്. അതേപോലെ സൾഫ്യൂരിക് ആസിഡ് ഈസ് ഹൈലി കൊറോസീവ്. ലോഹനാശിനിയാണ് സൾഫ്യൂരിക് ആസിഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൾഫ്യൂരിക് ആസിഡിനെ എടുത്തിട്ട് എവിടെയെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും മെറ്റലിനകത്തോ ലോഹത്തിനകത്തോ ഒഴിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകും. അത്രയ്ക്ക് പവറാണ് അവർക്ക് സൾഫ്യൂരിക് ആസിഡ് ഉള്ളത്. ഓക്കെ, സോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതാണ് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചേക്കാം, ഞാനത് ഓൾറെഡി റെക്കോർഡ് ചെയ്തതാണ്, എന്നിട്ട് പിന്നെ നോക്കിയപ്പോൾ റെക്കോർഡ് ആയില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ വരയ്ക്കരുത്. ഓക്കെ, നമ്മളിനി പറയാൻ പോണത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് H2SO4. ശ്രദ്ധിച്ചേക്കാം. സോ H2SO4ന്റെ കെമിക്കൽ പ്രോപ്പർട്ടി നമ്മൾ ഡൈലൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് പറയാൻ പോകുന്നത്. ഡൈലൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? സൾഫ്യൂരിക് ആസിഡിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടി, അതിന്റെ പവർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് എന്തൊഴിക്കും? വെള്ളം ഒഴിക്കും. അതിനെ പറഞ്ഞാൽ ഡൈലൂഷൻ. ഓക്കെ അല്ലേ? വെള്ളം ചേർത്ത് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡാണ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്? ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ ആണ്. നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. നമ്മൾ സ്കൂളിൽ തന്നെ ലബോറട്ടറിയിൽ പോയി എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ സൾഫ്യൂരിക് ആസിഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കെമിക്കൽസിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒഴിക്കുമ്പോഴൊക്കെ കയ്യിൽ വന്ന് വീഴാനും കൈ പൊള്ളാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേർപ്പിച്ച് വെച്ചേക്കുന്നതിനെ കൊണ്ട് കയ്യിലൊക്കെ വീണാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? സോ എങ്ങനെയാണ് നമ്മൾ ഡൈലൂട്ട് ചെയ്യുന്നത്? എന്ത് ചെയ്താൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എന്ത് ഒഴിച്ചാൽ മതി? വെള്ളം ഒഴിച്ചാൽ മതി. നോക്കി, ഞാൻ 2 കേസ് കാണിച്ചു തരാം, നോക്കൂ. സോ സപ്പോസ് എൻ്റെ കയ്യിൽ എന്തുണ്ട്? കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, H2SO4. അതുകൊണ്ട് ഞാൻ എന്തൊഴിക്കുന്നു? വാട്ടർ ഒഴിക്കുന്നു, വെള്ളം. ഇതൊന്നാമത്തെ കേസാണ്. രണ്ടാമത്തെ കേസ്, എൻ്റെ കയ്യിൽ കുറച്ച് എന്തുണ്ട്? വാട്ടർ ഉണ്ട്. അതിനകത്തോട് ഞാൻ എന്തൊഴിക്കുന്നു? H2SO4 ഒഴിക്കുന്നു, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്, തുള്ളി തുള്ളിയായിട്ട്. ഓക്കെ, ഇതിലേത് മെത്തേഡാണ് കറക്റ്റ്? ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഏത് മെത്തേഡാണ് കറക്റ്റ്? സോ ഒബ്വിയസ് ആയിട്ടും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സൾഫ്യൂരിക് ആസിഡിനകത്ത് എന്ത് ഒഴിക്കാൻ പാടില്ല? വെള്ളം ഒഴിക്കാൻ പാടില്ല. സൾഫ്യൂരിക് ആസിഡിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളെ വീട്ടിൽ എണ്ണ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. എണ്ണ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എണ്ണ തിളയ്ക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് കുടയുന്നു. എന്താ പറ്റുക? അതിനേക്കാളും ഭീകരമായിരിക്കും വെള്ളത്തിനകത്ത് സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ. സൾഫ്യൂരിക് ആസിഡിനകത്ത് വെള്ളം ചേരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്താടാ? ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. സൾഫ്യൂരിക് ആസിഡിനകത്ത് വെള്ളം വന്ന് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. സോ ഇവിടെ ഉണ്ടാവുന്ന അപാരമായ ഹീറ്റ് കാരണം, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഹീറ്റിനെ പുറത്തോട്ട് വിടുന്ന റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് കാരണം എന്ത് സംഭവിക്കാം? ഇവിടെ ഇരിക്കുന്ന സൾഫ്യൂരിക് ആസിഡ് പുറത്തോട്ട് തെറിച്ച് വീഴാനും അത് നമ്മുടെ കണ്ണിലും കയ്യിലും ഒക്കെ ഒന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെ കണ്ണിലും കായലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണും കായലൊക്കെ എന്ത് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനകത്തോട്ട് എന്ത് ചെയ്യാൻ പാടില്ല? വെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ വെള്ളം എടുത്തിട്ട് അതിനകത്തോട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് എന്ത് ചെയ്യുക? സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. അപ്പൊ ഇവിടെ വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ. സൾഫ്യൂരിക് ആസിഡ് ഇത്തിരി വീണെന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ചൂടാവാൻ പറ്റൂല. ഇവിടെ സൾഫ്യൂരിക് ആസിഡാണ് കൂടുതൽ, കലുപ്പന്മാരാണ് കൂടുതൽ. അപ്പോ എന്ത് പറ്റും?
അപ്പൊ എന്ത് പറ്റും? അപ്പൊ ഒരിത്തിരി വെള്ളം വീണാലും എന്ത് പറ്റും? ഒരിത്തിരി വെള്ളം വീണാലും ആ ഇരിക്കുന്ന സൾഫ്യൂരിക് ആസിഡ് എല്ലാം കൂടെ കയറി റിയാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ സ്പിൽ ഔട്ട്. ആ ഒരു ഇരിക്കുന്ന ബീക്കർ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? സ്പിൽ ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്പിൽ ഔട്ട് ചെയ്ത് മുഖത്തും കയ്യിലും ഒക്കെ വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ അതാണ് അവിടെ പറഞ്ഞത്. ഇനി വാട്ടറിനകത്തോട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. സോ എപ്പോഴും നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്ത് വേണം? പ്രിഫർ ചെയ്യാൻ വേണ്ടി വെള്ളത്തിനകത്തോട്ട് എന്ത് ചെയ്യുക? സൾഫ്യൂരിക് ആസിഡിനെ ഒഴിക്കുക. ഒരിക്കലും എന്ത് ചെയ്യരുത്? സൾഫ്യൂരിക് ആസിഡിനകത്തോട്ട് എന്ത് ഒഴിക്കരുത്? വെള്ളം ഒഴിക്കരുത്. ഓക്കെ, അതും ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുക. എല്ലാം എടുത്ത് കമത്തരുത്. എല്ലാം എടുത്ത് കമത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? പൊട്ടിത്തെറിക്കും. ഓക്കെ അല്ലേ? സോ വളരെ ശ്രദ്ധിച്ച് വെള്ളത്തിനകത്തോട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി? സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കാൻ വേണ്ടി. ഓക്കെ, നൈസ്. അടുത്ത നോക്കാം. അടുത്ത നമുക്ക് പറയാനുള്ളത്, ശ്രദ്ധിക്കുക, ഇവിടം വരത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു, ഓൺ ആയിട്ടില്ല. ഓക്കെ, സോ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഡ്രൈയിങ് ഏജന്റ്, എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്നുള്ളത് ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ പഠിച്ച സമയത്ത് അവിടെ ഡ്രൈയിങ് ടവറിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു ഡ്രൈയിങ് ടവറിന്റെ കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ. അപ്പൊ ഡ്രൈയിങ് ടവറിൽ എന്താ ചെയ്യുന്നത്? അവിടെ നിന്ന് അമോണിയും വെള്ളവും ഇതിലേക്ക് കൂടി ഇങ്ങനെ പുറത്തോട്ട് വരും. ഇവിടെ ഒരു ഡ്രൈയിങ് ഏജന്റ് ഉണ്ട്. ഡ്രൈയിങ് ഏജന്റിന്റെ പേര് CaO എന്നാണ്, കാൽഷ്യം ഓക്സൈഡ് എന്നാണ്. സോ ഈ വരുന്ന ഈ വെള്ളവും അമോണിയന്റെയും ഇതിലേക്ക് കൂടെ കയറി ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് വരും. ഈ CaO എന്ത് ചെയ്യും? ഇവിടെ ഇതിനകത്തിരിക്കുന്ന മോയിസ്ചർ കണ്ടന്റിനെയൊക്കെ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ CaO എന്ത് ചെയ്യും? വലിച്ചെടുക്കും. നമ്മൾ അതിനെ വിളിച്ച പേരാണ് ഡ്രൈയിങ് ഏജന്റ് അല്ലേ? CaOനെ നമ്മൾ വിളിച്ച പേരാണ് ഡ്രൈയിങ് ഏജന്റ്. സോ അത് തന്നെയാണ് ആ ഡ്രൈയിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എവിടെങ്കിലും മോയിസ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ, എവിടെങ്കിലും വാട്ടറിന്റെ അംശം ഉണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കാൻ കഴിയുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡ്രൈയിങ് ഏജന്റ്. ഓക്കെ അല്ലേ? സോ ഡ്രൈയിങ് ഏജന്റ് എന്ന് വെച്ചാൽ എന്താണ്? മോയിസ്ചർ കണ്ടന്റിനെ വലിച്ചെടുക്കാൻ കഴിയുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡ്രൈയിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മോയിസ്ചർ കണ്ടന്റിനെ വലിച്ചെടുക്കാൻ കഴിയുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡ്രൈയിങ് ഏജന്റ്. സോ ഡ്രൈയിങ് ഏജന്റ് ആർ സബ്സ്റ്റൻസസ് capable of absorbing moisture present in substances. ഓക്കെ അല്ലേ? ഒരു സബ്സ്റ്റൻസിനകത്തുള്ള മോയിസ്ചർ കണ്ടന്റിനെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രൈയിങ് ഏജന്റ്. സോ ഡ്രൈയിങ് ഏജന്റ് അതാണെങ്കിൽ എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കൂ, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചേക്കാം. എൻ്റെ കയ്യിലൊരു സ്പൂണുണ്ട്. എൻ്റെ കയ്യിലൊരു സ്പൂണുണ്ട്. ഈ സ്പൂണിനകത്ത് ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നു. എന്തിടുന്നു? പഞ്ചസാര ഇടുന്നു. ഞാൻ കുറച്ച് പഞ്ചസാര, ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല ശ്രദ്ധിക്കുക. ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല ഇതാ, C12H22O11. ഇതാണ് ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല. ഓക്കെ അല്ലേ? ഞാൻ ഒരു സ്പൂണിനകത്ത് എന്തെടുത്തു? പഞ്ചസാര ഇടുന്നു. എന്നിട്ട് അതിനകത്ത് എന്തിടുന്നു? ഷുഗർ ഇടുന്നു. ശ്രദ്ധിച്ചേക്കുക. അപ്പോ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നു. പറയാൻ വിട്ടുപോയി. ഡ്രൈയിങ് നേച്ചറുള്ള രണ്ട് ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾ CaO, നമ്മൾ അന്ന് പഠിച്ച കാൽഷ്യം ഓക്സൈഡ് എന്താണ്? ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്. അതേപോലെ നമ്മളിപ്പോൾ പഠിച്ച സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡിന് വെള്ളത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, സോ ഞാൻ ഒരു സ്പൂൺ എടുക്കുന്നു, അതിനകത്ത് കുറച്ച് ഷുഗർ ഇടുന്നു, C12H22O11. അതിനകത്തോട്ട് ഞാൻ കുറച്ച് H2SO4 ഇടുന്നു, കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഇടുന്നു. സൾഫ്യൂരിക് ആസിഡ് ഇടുമ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്, C12H22O11 in presence of sulfuric acid. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ട് മാറും. C12 മാത്രം ഒരു ഭാഗത്തും ബാക്കി 11H2O ആയിട്ട് മാറും. കാർബണും 11H2O ആയിട്ട് മാറി. 11H2O ആയിട്ട് വന്നു 22 ഹൈഡ്രജനും 11 ഓക്സിജനും ഉണ്ട് ഇവിടെ. 2 ന്ന് 11 കോമൺ എടുത്ത് 22 11 പോയി കഴിഞ്ഞാൽ ബാക്കി 2 അല്ലെ? 22 11 2 അല്ലേ 22 എന്ന് പറയുന്നത്? 11 2 22, 11 1 11. ഓക്കെ അല്ലേ? സോ 12H2Oയും 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 12 കാർബണായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്കിതിനെ? ഒന്നുകൂടെ പറയാം. C12H22O11 എന്ന് പറയുന്ന സാധനത്തിനെ 12 കാർബണും 11H2O ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും.
നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കും. ഓക്കെ, സമ്മതിച്ചു. ഇനി ഒരു സ്ഥലത്ത് വെള്ളം ഇല്ലെന്ന് വിചാരിച്ചു. ഞാനിപ്പോ എന്റെ കയ്യിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു, കൈക്കകത്ത് വെള്ളമില്ല, കൈക്കകത്ത് വെള്ളത്തിന്റെ പ്രസൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ കൈക്കകത്തുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും വെള്ളത്തിന്റെ റേഷ്യോയിൽ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ഇല്ലേടാ, ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ഇല്ലേ? ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായതിനെ കൊണ്ട് ഈ ഹൈഡ്രജനും ഓക്സിജനെയും വെള്ളത്തിന്റെ റേഷ്യോയിൽ വലിച്ചെടുത്തിട്ട് അതിനെ എന്ത് ചെയ്യും? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ പറയാം, സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു പ്രത്യേകത ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് സൾഫ്യൂരിക് ആസിഡ് വീണ് കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല എങ്കിൽ വെള്ളത്തിന്റെ റേഷ്യോയിൽ, വെള്ളത്തിന്റെ അനുപാതത്തില് ഹൈഡ്രജനെയും ഓക്സിജനെയും വലിച്ചെടുത്തിട്ട് അത് വെച്ച് വെള്ളം ഉണ്ടാക്കി അതിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. നോക്കാം, ഇവിടെ വെള്ളമില്ല, H12 C12 H12 H22O11 വെള്ളമില്ല. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്തു? വെള്ളത്തിന്റെ റേഷ്യോയിൽ എന്ത് ചെയ്തു? വലിച്ചെടുത്തു. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? വിഴുങ്ങി. അവസാനം സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്ന കുറെ കരി മാത്രമാണ്. അവസാനം നമുക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റൂ? കരിഞ്ഞിരിക്കുന്ന സാധനം, എന്തൊക്കെയോ കരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ കരിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബൺ. കാർബൺ, ആ കരിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബൺ. അപ്പൊ കാർബൺ മാത്രമേ അവശേഷിച്ചുള്ളൂ. ബാക്കി ഇരുന്ന വെള്ളത്തിനെ ആര് വലിച്ചെടുത്തു? സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുത്തു. ഒന്നുകൂടെ പറയാം, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് റെബിലിറ്റി ആണ്. എന്തിനു വേണ്ടിയുള്ള റെബിലിറ്റി? ഒരു വസ്തുവിൽ വീണ് കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളത്തിന്റെ അംശത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവാണ് ഡ്രൈയിങ് നേച്ചർ. ഇനി വെള്ളമില്ല എങ്കിൽ എന്ത് ചെയ്യും? അതിനകത്തിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും വെള്ളത്തിന്റെ റേഷ്യോയിൽ വലിച്ചെടുക്കും. ഹൈഡ്രജനെയും ഓക്സിജനെയും വെള്ളത്തിന്റെ റേഷ്യോ എന്തുവാ? 2H ഒരു Oയും 2:1 ആണ് വെള്ളത്തിന്റെ റേഷ്യോ. 2:1 ആണ് വെള്ളത്തിന്റെ റേഷ്യോ. ഓക്കെ അല്ലെ? 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും വീതം എടുത്തിട്ട് എന്ത് ചെയ്യും? വെള്ളം ഉണ്ടാക്കും. എന്നിട്ട് ആ വെള്ളത്തിന് എന്ത് ചെയ്യും? വലിച്ചെടുക്കും. മനസ്സിലായോ? അപ്പോ കെമിക്കലി കമ്പൈൻഡ് ആയിട്ടുള്ള വാട്ടറിനെയോ അല്ലെങ്കിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും വെള്ളത്തിന്റെ റേഷ്യോയിലോ വലിച്ചെടുത്തിട്ട് അങ്ങനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതിന്റെ പറഞ്ഞ പേരാണ് എന്ത്? ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. ഞാനിപ്പോ എന്റെ കയ്യിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമെന്ന് വിചാരിച്ചു. കൈക്കകത്ത് വെള്ളം ഉണ്ടോ? ഇല്ല. പക്ഷെ കൈക്കകത്ത് എന്തുണ്ട്? ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? ഹൈഡ്രജനെ ഓക്സിജൻ ഇങ്ങോട്ട് വിളിക്കും. എന്നിട്ട് 2 ഹൈഡ്രജനെയും ഒരു ഓക്സിജൻ എടുത്തിട്ട് എന്ത് ചെയ്യും? വെള്ളം ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന വെള്ളം അങ്ങ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? അതിനെ അങ്ങ് വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യും. അതാണ് നമ്മൾ കയ്യിൽ സൾഫ്യൂരിക് ആസിഡ് വീഴുമ്പോൾ കൈ കറുത്ത കളറായിട്ട് മാറുന്നത്. കാർബൺ മാത്രമേ അവിടെ അവശേഷിക്കത്തുള്ളൂ. ക്ലിയർ ആണോ? സോ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഹാസ് എബിലിറ്റി ടു അബ്സോർബ് കെമിക്കലി കമ്പൈൻഡ് വാട്ടർ ഓർ hydrogen or oxygen in the ratio corresponding to that of water. Hydrogen or oxygen in the ratio corresponding to that of water. ഒന്നെങ്കിൽ കെമിക്കലി കമ്പൈൻഡ് വാട്ടറിനെയോ അല്ലെങ്കിൽ ഹൈഡ്രജനെയോ ഓക്സിജനെയോ ഇൻ ദ റേഷ്യോ കറസ്പോണ്ടിങ് ടു ദാറ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ റേഷ്യോയിൽ ഹൈഡ്രജനെയോ ഓക്സിജനെ വലിച്ചെടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? സൾഫ്യൂരിക് ആസിഡിനുണ്ട്. ഓക്കെ, ഈ എക്സ്പെരിമെന്റ് ഓർത്ത് വെച്ചേക്കാം. ഞാൻ ഒരു സ്പൂണിനകത്ത് കുറച്ച് ഷുഗർ എടുത്തു, ഷുഗറിനകത്തോട്ട് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു. അവിടെ എനിക്ക് കാണാൻ പറ്റിയത് കരി മാത്രമേ അവിടെ അവശേഷിച്ചുള്ളൂ. സൾഫ്യൂരിക് ആസിഡും ഷുഗറോടെ ചേർന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ഇവിടെ കരി മാത്രമേ ബാക്കി വന്നുള്ളൂ. ആ കരി എന്ന് പറഞ്ഞ കാർബണാണ്. ബാക്കിയുള്ള ഹൈഡ്രജനെ ഓക്സിജനെ വെച്ചിട്ട് പുള്ളിക്കാരൻ എന്തുണ്ടാക്കി? വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനെ എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തെടുത്തു. ഓക്കെ അല്ലേ? സോ രണ്ടൊന്ന് സിറ്റുവേഷൻസ് നോക്കാം നമുക്ക്. സപ്പോസ് ഞാൻ സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് ഞാൻ വുഡിനകത്ത് ഇടുന്നു. വുഡ് എന്താ സംഭവിക്കുക? സപ്പോസ് നിങ്ങളെ വീട്ടിലൊരു ഫർണിച്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫർണിച്ചറിനകത്തുണ്ടെന്ന് നിങ്ങൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുകയാണ്. ഫർണിച്ചർ കരിഞ്ഞു പോകും. ബാക്കി എന്ത് മാത്രമേ അവശേഷിക്കത്തുള്ളൂ? കാർബൺ മാത്രമേ റിമെയിൻ ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ? അതിനകത്തുള്ള ഹൈഡ്രജന്റെ ഓക്സിജന്റെ ഒക്കെ പ്രസൻസ് ആര് വലിച്ചെടുക്കും? സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുത്ത് വെള്ളമായിട്ട് വലിച്ചെടുത്തതിന് ശേഷം അവിടെ ബാക്കിയായിട്ട് ആര് മാത്രമേ ഉണ്ടാവൂ? അവിടെ കാർബൺ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ കറുത്ത കളർ, ഡാർക്കർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ കുറച്ച് കോട്ടന്റെ വൂൾ എടുക്കുക, വൂൾ അല്ലെങ്കിൽ കോട്ടന്റെ തുണി എടുക്കുക. ആ കോട്ടന്റെ തുണിക്കകത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? സൾഫ്യൂരിക് ആസിഡ് സെയിം സാധനം എന്ത് ചെയ്യും? കോട്ടന്റെ തുണി കരിഞ്ഞു പോകും. കോട്ടന്റെ തുണി എന്ത് ചെയ്യും? കരിഞ്ഞു പോകും. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ കുറച്ച് കോപ്പർ സൾഫേറ്റ് എടുക്കുക, CuSO4. അതിനകത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് H2SO4 ഒഴിക്കുക. ഇവിടെ കാര്യം വ്യത്യാസമാണ്, ശ്രദ്ധിച്ചേക്കാം. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അത് എഴുതി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുക, CuSO4
5H2O. ഇതാണ് കോപ്പർ സൾഫേറ്റ് ശരിക്കും. ഇതിനകത്ത് എന്തുണ്ട്? നമ്മൾ ഇത് എഴുതാറില്ല, നമ്മൾ കെമിക്കൽ ഫോമിൽ എഴുതുമ്പോൾ ഇത് എഴുതാറില്ല. നമ്മൾ ശരിക്കും ഇത് മാത്രമേ എഴുതാറുള്ളൂ. പക്ഷെ ശരിക്കും അതിനകത്ത് എന്തുണ്ട്? കോപ്പർ സൾഫേറ്റിനകത്ത് ഇത് നമ്മൾ കെമിക്കലി കമ്പൈൻഡ് വാട്ടർ എന്നാ പറയുക. ഇതിനകത്ത് എന്തുണ്ട്? കെമിക്കലി കമ്പൈൻഡ് വാട്ടർ ഉണ്ട്. ഒരു .5H2 ഉണ്ട്. ഈ .5H2 ഉണ്ടായതിനെ കൊണ്ടാണ് ഒരു നീല നിറം വരാനുള്ള കാരണം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു, Cu2+ അയോൺസ് ആണ് കോപ്പർ സൾഫേറ്റിന് നീല നിറം കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ Cu2+ കൂടാതെ ഈ 5H2 എന്ന് പറഞ്ഞ ഈ ഒരു കമ്പോണന്റ് എന്തിന് റീസൺ ആവുന്നുണ്ട്? കോപ്പർ സൾഫേറ്റിന് നീല കളർ കിട്ടാനുള്ള കാരണമാവുന്നുണ്ട്. അപ്പോ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഇരിക്കുന്ന കെമിക്കലി കമ്പൈൻഡ് ആയിട്ടുള്ള വാട്ടറിനെ ഈ 5H2 എന്ത് ചെയ്യും? സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം, കോപ്പർ സൾഫേറ്റിന്റെ ബ്ലൂ കളർ എന്ത് ചെയ്യും? ഫെയ്ഡ് ആവും. കോപ്പർ സൾഫേറ്റിന്റെ ബ്ലൂ കളർ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഫെയ്ഡ് ആവാൻ തുടങ്ങും. കോപ്പർ സൾഫേറ്റിന്റെ ബ്ലൂ കളർ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഫെയ്ഡ് ആവാൻ തുടങ്ങും. ഇതാണ് നമ്മൾ കാണാൻ പറ്റുക. ഓക്കെ ആണോ? കോപ്പർ സൾഫേറ്റിന്റെ ബ്ലൂ കളർ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഫെയ്ഡ് ആവാൻ തുടങ്ങും. ഓക്കെ, സോ ഇതാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയാനുള്ളത്. ഇത് നമുക്ക് പറയാനുള്ള കാര്യം ശ്രദ്ധിച്ചേക്കുക. റിയാക്ഷൻ വിത്ത് സോൾട്ട്സ്. റിയാക്ഷൻ വിത്ത് സോൾട്ട്. റിയാക്ഷൻ വിത്ത് സോൾട്ട്. സോൾട്ടുമായിട്ട് ഇത് എങ്ങനെ റിയാക്ട് ചെയ്യും? ശ്രദ്ധിച്ചേക്കാം. സോ ഞാൻ ശ്രദ്ധിക്കാം. ഞാൻ ഒരു സോൾട്ട് എടുക്കാൻ പോവാണ്. സോൾട്ട് വേണം. NaCl പ്ലസ് H2SO4. ശ്രദ്ധിച്ചേക്കണേ. സോ ഇവിടെ ശ്രദ്ധിച്ചേക്ക. ഇപ്പോ ഇതൊരു സോൾട്ടാണ്, ഇതൊരു ആസിഡ് ആണ്. ഏത് ആസിഡ്? സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഒരു H ഇറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുന്ന Cl കൂടെ ഒളിച്ചോളൂ. ഇവിടെ ഇരിക്കുന്ന ഒരു H എന്ത് ചെയ്യും? Cl കൂടെ ഒളിച്ചോളൂ. HCl ചേർന്ന് എന്തായിട്ട് വേണം? HCl പ്ലസ് ഇവിടെ ബാക്കി ഇവിടെ 2 H ഉണ്ടായിരുന്നു മൊത്തം. ഒരു H പോയിട്ടുള്ളൂ. ബാക്കി ഒരു H ഉണ്ട്, ഒരു Na ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി എന്ത് ഇടാം? Na. ഇവിടെ ബാക്കി ഒരു HSO4 ഉണ്ട്. NaHSO. കണ്ടോ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചേക്കുക. NaCl പ്ലസ് H2SO. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ശ്രദ്ധിച്ചേട്ടോണേ. ഇവിടെ ഇരിക്കുന്ന ഒരു H ഉം ഇവിടെ ഇരിക്കുന്ന Cl എന്ത് ചെയ്യും? ഒളിച്ചോളും. ബാക്കി എന്ത് കിട്ടും? HCl കിട്ടും. പ്ലസ് ഇവിടെ ഇരിക്കുന്ന ബാക്കി ഇരിക്കുന്ന ഒരു HSO4 ഉം ഇവിടെ ഇരിക്കുന്ന എന്നോട് ചേരുമ്പോൾ എന്തായിട്ട് മാറും? NaHSO. ഓക്കെ ആണോ? NaHSO4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ തന്നെ ചെയ്യണം. KNO3 പ്ലസ് H2SO. വീഡിയോ ഒന്ന് പോസ് ചെയ്യാം, നിങ്ങൾ തന്നെ ചെയ്യാം. എന്ത് കിട്ടും ആൻസർ? പോസ് ചെയ്യാം. 3, 2, 1. ഓക്കെ. ഇവിടെ ഇരിക്കുന്ന H ഉം ഇവിടെ ഇരിക്കുന്ന NO3 ഇറങ്ങിപ്പോ. അപ്പൊ എന്ത് കിട്ടും? HNO3 പ്ലസ് ഇവിടെ ഇരിക്കുന്ന ബാക്കി ഇരിക്കുന്ന HSO4 ഇവിടെ ഇരിക്കുന്ന K കൂടെ വരുമ്പോൾ എന്തായിട്ട് മാറും? KHSO. ഓക്കെ ആണോ? പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ശ്രദ്ധിച്ചേക്കുക. ഇവിടെ ഇരിക്കുന്ന H, ഇവിടെ ഇരിക്കുന്ന Cl നോക്കെ. ഇതൊരു സോൾട്ട് ആണ്, ഇതൊരു ആസിഡ് ആണ്. ഈ സോൾട്ടും ആസിഡും റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ HCl കിട്ടി. HCl എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒരു ആസിഡ് ഒരു സോൾട്ടോട് റിയാക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? വേറൊരു ആസിഡ് കിട്ടി. ഓക്കെ, ഇവിടെ നോക്ക്. ഇവിടെ H2SO4 ഉം KNO3 റിയാക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? HNO3. എന്താണ് HNO3? 9ൽ പഠിച്ചവർക്ക് അറിയാം. HNO3 എന്താ? നൈട്രിക് ആസിഡ്. അതായത് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് നമുക്ക് വേറെ ആസിഡ്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ആസിഡ് വെച്ചിട്ട് നമുക്ക് വേറെ കോമ്പൗണ്ട്സ് ഉള്ള വേറെ ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ കിങ് ഓഫ് കെമിക്കൽസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രത്യേകത പഠിച്ചപ്പോഴത്തേക്കും അതിനകത്ത് പറഞ്ഞ കാര്യമാണ്, it is used to manufacture of other chemicals. വേറുള്ള കെമിക്കലുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കണ്ടത്. സൾഫ്യൂരിക് ആസിഡിനെ ഒരു സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും അതിന് എന്ത് കിട്ടി? വേറെ ആസിഡ് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ അല്ലേ? സൾഫ്യൂരിക് ആസിഡ് can displace volatile acids from their salt. Sulfuric acid can displace volatile acid
ഫ്രം ദെയർ സോൾട്ട്. ഇത് NaCl എന്ന് പറഞ്ഞാൽ HCl ന്റെ സോൾട്ട് ആണ്. അപ്പൊ HCl ന്റെ സോൾട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? HCl ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രത്യേകതയാണ് സൾഫ്യൂരിക് ആസിഡിന് മറ്റുള്ള ആസിഡുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. സോ ഈ റിയാക്ഷൻ എങ്ങനെയാ വന്നതെന്ന് പഠിക്കുക. ഇവിടെ ഇരിക്കുന്ന ഒരു H ഇവിടെ ഇരിക്കുന്ന Cl തുടങ്ങിയപ്പോൾ HCl ആയിട്ട് മാറി. ബാക്കി ഇരുന്ന HSO4 ഇവിടെ ഇരുന്ന NaO ചേർന്ന് എന്താ NaHSO4. ഇതിന്റെ പേര് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം Na എന്ന് വെച്ചാൽ സോഡിയം ആണ്, SO4 എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ആണ്. NaSO4 മാത്രമുള്ള നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതി വെക്കായിരുന്നു സോഡിയം സൾഫേറ്റ് എന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയാണ് NaHSO4 അടങ്ങുന്നത്. അപ്പൊ H വരുമ്പോ എന്ത് വിളിക്കും? H വരുമ്പോ എന്ത് വിളിക്കും? ശ്രദ്ധിക്കടാ, നിങ്ങൾ എവിടെയെങ്കിലും രണ്ട് കോമ്പൗണ്ട് ഇടയിൽ H കാണുവാണെങ്കിൽ നമ്മൾ ബൈ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബൈ. അപ്പൊ ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോഡിയം ബൈ സൾഫേറ്റ്. ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോ, സോഡിയം ബൈ സൾഫേറ്റ്. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യുക? തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, സോ അത് കഴിഞ്ഞു. ലാസ്റ്റ് ടോപ്പിക്ക് ഹൗ ടു ഐഡന്റിഫൈ സൾഫേറ്റ് സാൾട്ട്. സൾഫേറ്റ് സോൾട്സിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നോക്കേ, സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഉണ്ടാകുന്ന സോൾട്ടുകളാണ് സൾഫേറ്റ് സാൾട്ട്. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ SO4 എന്ന സാൾട്ടുകളാണ് സൾഫേറ്റ് സോൾട്ട്. എക്സാമ്പിൾ നോക്ക്, SO4 ഇതൊരു സൾഫേറ്റ് സോൾട്ട് ആണ്. SO4 ഉണ്ട്. Na2SO4 ഇതൊരു സൾഫേറ്റ് സോൾട്ട് ആണ്. SO4 ഉണ്ട്. മനസ്സിലായോ? SO4 വരുന്ന സാൾട്ടുകളാണ് എന്ത് വിളിക്കുക? സൾഫേറ്റ് സോൾട്ട് എന്ന് വിളിക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സൾഫേറ്റ് സോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് സൾഫേറ്റ് സോൾട്ട് തന്നെ ആണോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ +2 സോൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. സോൾട്ട് അനാലിസിസ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സോൾട്ട് വരും. ഈ സോൾട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് നോക്കിയാൽ സോൾട്ട് എല്ലാം ഒരേപോലെ ഇരിക്കുവാണ് ഏകദേശം. ഓക്കെ, എല്ലാം നമ്മൾ വീട്ടിലിരിക്കുന്ന ഉപ്പ് പഞ്ചസാരയൊക്കെ ഇല്ലേ, അതേപോലെ ഇരിക്കുവാണ് എല്ലാ സോൾട്ടും. നമ്മൾ കാണുമ്പോഴേ ഈ സോൾട്ട് ഇന്നതാണെന്ന് പേരൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. ഓക്കെ, നമ്മൾ പോയി ഇഷ്ടമുള്ള ഒരു സോൾട്ട് എടുക്കും, അതായത് നമ്മൾ കുറെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സോൾട്ട് ഏതാണ് കണ്ടുപിടിച്ച് കൊണ്ട് കൊടുക്കണം. അതാണ് +2 നമ്മൾ സോൾട്ട് അനാലിസിസ് ചെയ്യുന്നത്. സോ അതേപോലെ നിങ്ങളുടെ കയ്യിൽ ഒരു സോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ആ സോൾട്ട് നിങ്ങൾക്ക് അറിയില്ല ഏതാണ്. അത് സൾഫേറ്റ് സോൾട്ട് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണേ. ഓക്കെ ആണോ? ശ്രദ്ധിക്കാം. സോ ഞാൻ ആദ്യത്തെ ഒരു കേസിന് വേണ്ടി ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു സൾഫേറ്റ് സോൾട്ട് തരുവാണ്. ഞാൻ കുറച്ച് സോഡിയം സൾഫേറ്റ് എടുക്കും. എന്തെടുക്കുന്നു? സോഡിയം സൾഫേറ്റ് നോക്കാം. ഞാൻ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. അതിനകത്തോട് ഞാൻ എന്ത് ചെയ്യുന്നു? കുറച്ച് സോഡിയം സൾഫേറ്റ് എടുക്കുന്നു. സോഡിയം സൾഫേറ്റ് എടുക്കുന്നു. ഓക്കെ, സോഡിയം സൾഫേറ്റ് എടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ കുറച്ച് BaCl2 ബേരിയം ക്ലോറൈഡ് ഒഴിക്കുന്നു. എന്തൊഴിക്കുന്നു? ബേരിയം ക്ലോറൈഡ്. സോഡിയം സൾഫേറ്റ് സൊല്യൂഷനകത്തോട് ഞാൻ എന്ത് ചെയ്യുന്നു? കുറച്ച് ബേരിയം ക്ലോറൈഡ് ഒഴിക്കുന്നു. സോഡിയം സൾഫേറ്റ് സൊല്യൂഷനകത്തോട് കുറച്ച് ബേരിയം ക്ലോറൈഡ് ഒഴിക്കുന്നു. ബേരിയം ക്ലോറൈഡ് ഒഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? പ്രസിപ്പിറ്റേറ്റ്. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഒരു പിരിപിരാന്ന് നടക്കുന്ന ഒരു സാധനം ഇങ്ങനെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് എല്ലാ കേസിലും ഉണ്ടാവും. നമ്മൾ ഏത് സോൾട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്റെ റിയാക്ഷൻ എഴുതി നോക്കി. ഓക്കെ, Na2SO4 plus BaCl2 gives, ഇതൊരു ഡബിൾ ഡീകമ്പോസർ റിയാക്ഷൻ ആണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തേക്കും. ഓക്കെ, ഇവിടെ Na ഉണ്ട്, SO4 ഉണ്ട്, Ba ഉണ്ട്, Cl ഉണ്ട്. Na ഇറങ്ങി Cl ന്റെ കൂടെ പോകും, Ba ഇറങ്ങി SO4 ന്റെ കൂടെ പോകും. അപ്പൊ എന്ത് കിട്ടൂടാ? NaCl plus BaSO4 ചേരുമ്പോൾ BaSO4. ഈ BaSO4 ആണ് എന്തിന് കാരണം? പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവാൻ കാരണം. BaSO4 ആണ് എന്തിന് കാരണം? പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവാൻ കാരണം. ഒന്നുകൂടെ പറയാം, ഞാൻ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് കുറച്ച് സോഡിയം സൾഫേറ്റ് എടുത്തു. അതിനകത്തോട്ട് ഞാൻ എന്ത് കുറച്ച് ബേരിയം ക്ലോറൈഡ് ഒഴിച്ചു. ബേരിയം ക്ലോറൈഡ് ഒഴിക്കുമ്പോൾ എനിക്ക് എന്ത് കാണാൻ പറ്റും? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിന്റെ റിയാക്ഷൻ എഴുതി നോക്കി. ഇതൊരു ഡബിൾ ഡീകമ്പോസർ റിയാക്ഷൻ ആണ്, ഡബിൾ ടേപ്പ് റിയാക്ഷൻ ആണ്. എന്താണ് ഡബിൾ ടേപ്പ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അയോൺസ് വേറെ ആൾക്കാരോട് ഇറങ്ങിപ്പോകും. Na ആണെങ്കിൽ Cl ന്റെ കൂടെ ഇറങ്ങിപ്പോകും, Ba ആണെങ്കിൽ SO4 ന്റെ കൂടെ ഇറങ്ങിപ്പോകും. അപ്പൊ NaCl plus BaSO4 കിട്ടും. ഈ BaSO4 അവിടെ എന്തിനുള്ള കാരണം? പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ശ്രദ്ധിച്ചേക്കാം. അപ്പൊ ഇവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായല്ലോ, ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കാം. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു?
ഞാൻ BaCl2 ഒഴിച്ചു. ഓക്കെ, ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് HCl ഒഴിക്കുന്നു. കുറച്ച് എന്തൊഴിക്കുന്നു? HCl ഒഴിക്കുന്നു. HCl ഒഴിക്കുമ്പോൾ ഇത് ഡിസോൾവ് ആയി പോവുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, HCl ഒഴിക്കുമ്പോൾ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അങ്ങ് ഡിസോൾവ് ആയി പോവുകയാണെങ്കിൽ അത് സൾഫേറ്റ് അല്ല. ഇനി HCl ഒഴിക്കുമ്പോൾ അത് ഡിസോൾവ് ആയില്ല എങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ്? സൾഫേറ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് ശ്രദ്ധിച്ചേക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മളെ സോൾട്ട് എടുത്തു. ആ സോൾട്ടിനകത്തോടെ നമ്മൾ എന്ത് ചെയ്തു? BaCl2 ആഡ് ചെയ്തു. BaCl2 ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? HCl ആഡ് ചെയ്യുന്നു. HCl ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഡിസോൾവ് ആയി പോവുകയാണെങ്കിൽ, HCl ആഡ് ചെയ്യുമ്പോൾ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, വെള്ള അപക്ഷിപ്തം അലിഞ്ഞു പോവാണ്, ഡിസോൾവ് ആയി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തല്ല? അത് സൾഫേറ്റ് അയോൺ അല്ല. ഇനി HCl നമ്മൾ ഇടുമ്പോഴത്തേക്കും അത് ഡിസോൾവ് ആയില്ല എങ്കിൽ, നോട്ട് ഡിസോൾവ്, ആ വെള്ള അപക്ഷിപ്തം അല്ലെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആയില്ല എങ്കിൽ 100% ഉറപ്പിച്ചോ അത് സൾഫേറ്റ് അയോൺ ആണ്. ക്ലിയർ ആണോ? സൾഫേറ്റ് അയോൺ. ഇങ്ങനെയാണ് നമ്മൾ സൾഫേറ്റ് അയോൺ ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്നത്. നമ്മളെ കയ്യിലിരിക്കുന്ന സോൾട്ടിനകത്തോട്ട് എന്തൊഴിക്കും? കുറച്ച് ബേരിയം ക്ലോർ ഒഴിക്കും. അപ്പൊ എന്ത് കിട്ടും? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ നിർത്തിപ്പോക്കും, എന്തല്ല, സൾഫേറ്റ് അല്ല. ഇനി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ഒന്നുകൂടെ കൺഫേം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനകത്തോട്ട് കുറച്ച് HCl ഒഴിക്കുന്നു. HCl ഒഴിക്കുമ്പോൾ ആ ഉണ്ടായ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആയി പോവുകയാണെങ്കിൽ അതെന്തല്ല? സൾഫേറ്റ് അയോൺ അല്ല. നിർത്തിക്കോ. ഇനി ആ ഒഴിക്കുന്ന HCl ഡിസോൾവ് ആയില്ല എങ്കിൽ എന്താണ്? അത് സൾഫേറ്റ് ആണ്. 100% സക്സസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കാനുള്ള ടോപ്പിക്സ്. സോ വൃത്തിയായിട്ട് പഠിക്കുക എല്ലാവരും. താങ്ക് യു.